അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് നാളെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് നാളത്തെ ചടങ്ങ്. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം കേരളത്തിന്റെ വികസന കവാടമാവുകയാണ്. എങ്ങനെയാണ് ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ പോകുന്നത്? നമുക്ക് വിശദമായി തന്നെ അക്കാര്യം പരിശോധിക്കാം. മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ഇന്ത്യയിലെ ഏക മദർ പോർട്ടാണ് വിഴിഞ്ഞം. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം എന്നത് വളരെ പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ്. അത് INTRV 01 ഇതാണ് അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞത്തിന്റെ അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡാണ് INTRV 01. ഈ കോഡിലാണ് അന്താരാഷ്ട്ര ലൊക്കേഷൻ, അത് ആ കോഡ് വിഴിഞ്ഞം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട കപ്പൽ വഴികളിലേക്ക് നേരിട്ട് കയറിയെത്തുന്ന ഇന്ത്യയുടെ സവിശേഷതയുള്ള ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വലിയ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖം ഒരു പ്രധാന അന്താരാഷ്ട്ര കപ്പൽ വഴികളിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെറും 10 നോട്ടിക്കൽ മൈൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വലിയ പ്രത്യേകത. അതിനാൽ വലിയ കപ്പലുകൾക്ക്, ഭീമൻ കപ്പലുകൾക്ക് അതിൻ്റെ വഴിമാറ്റ ചെലവ് എന്ന് വെച്ചാൽ കപ്പൽ ചാലിൽ നിന്ന് വരുന്നതിൻ്റെ ഒക്കെ ചെലവ് വളരെ കുറവാണ്. എക്കണോമിക്കലി വളരെ വയബിളായ ഒരു പോർട്ട് എന്ന് നമുക്ക് ചുരുക്കത്തിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ നിർമ്മാണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അത് തുടങ്ങുന്നത് 2015 ഓഗസ്റ്റിലാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇതിന്മേൽ നടന്നിട്ടുള്ളതാണ്, നമുക്കറിയാം. ആ ചർച്ചകൾ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന സമയത്തും അതിൻ്റെ പല തലങ്ങളിൽ പല ഘട്ടങ്ങളിലൂടെയുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. 2015 ഓഗസ്റ്റിൽ കേരള സർക്കാർ അദാനി ഗ്രൂപ്പുമായി പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്ത മോഡലിൽ എന്ന് വെച്ചാൽ PPP ആ മാതൃകയിലാണ് തുറമുഖം വികസിപ്പിക്കാൻ ഒരു കരാറിൽ ഏർപ്പെടുന്നത്, കരാറിൽ ഒപ്പുവെക്കുന്നത്. 2015 ഡിസംബറിൽ അതിൻ്റെ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. പിന്നീട് പക്ഷേ പല ഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങൾ, പല പ്രതിസന്ധികൾ, പ്രകൃതി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ടായി. ബർത്തിൻ്റെ നീളം 800 മീറ്ററാണ്. 800 മീറ്റർ നീളമുള്ള ഒരു ബർത്താണ് വിഴിഞ്ഞത്തുള്ളത്. പുലിമുട്ടിൻ്റെ നീളം 2.95 കിലോമീറ്റർ. 2.95 കിലോമീറ്റർ നീളമുള്ള ഒരു പുലിമുട്ട്. അതിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്നത് പ്രതിവർഷം 10 ലക്ഷം 20 ഇക്വലന്റ് യൂണിറ്റ്, ഏകദേശം 1.5 കോടി ടൺ ചരക്ക് എന്ന് വെച്ചാൽ 1.5 കോടി ടൺ ചരക്ക് പ്രതിവർഷം കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നത് ചെറിയ കാര്യമല്ല. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ട്രെയിൻ സംവിധാനമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയുടെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര ഡീപ് സീ കണ്ടെയ്നർ പോർട്ടായി വിഴിഞ്ഞം ഉയരുകയാണ്. അങ്ങനെ ഉയരുമ്പോൾ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സമുദ്ര വാണിജ്യത്തിൻ്റെ ഭാവി അവിടെ പുതുതായി നിർവചിക്കപ്പെടുകയാണ്. ഇതുവരെ കണ്ടതല്ല വിഴിഞ്ഞത്തിന് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാവി അത് വീണ്ടും നിർവചിക്കപ്പെടാൻ പോവുകയാണ്. ചരക്ക് നീക്കത്തിന് 8 സെമി ഓട്ടോമേറ്റഡ് ഷിഫ്റ്റ് ടു ഷോർ ക്രെയിൻ സംവിധാനങ്ങൾ, ഷിപ്പിൽ നിന്ന് ഷോറിലേക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിൻ സംവിധാനം വിഴിഞ്ഞത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. 24 പൂർണ്ണ ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിൻ, യാർഡിൽ ഈ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള 24 പൂർണ്ണ ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിൻ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 4 ടഗ് ബോട്ട്, ഇതൊക്കെയാണ് വിഴിഞ്ഞത്തിൻ്റെ മാത്രം സവിശേഷത. അങ്ങനെ സമ്പൂർണ്ണമായും സജ്ജമായി കഴിയുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാം. ഇതൊക്കെ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ വിഴിഞ്ഞത്തെ സമ്പന്നമാക്കുന്നതാണ്. ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനുകൾ റിമോട്ട് ഓപ്പറേഷനിലൂടെയും ഓട്ടോമേറ്റഡ് റബ്ബർ ടയേർഡ് ഗാൻട്രി ക്രെയിനുകൾ യാർഡുകളിലൂടെയും ഒക്കെ അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. സാങ്കേതിക സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ ഒരു തുറമുഖത്ത് വേണ്ട ഏറ്റവും അത്യന്താധുനിക, ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ, അത് കൂടുതൽ വേഗത്തിൽ സുരക്ഷിതമായി ഈ ചരക്ക് ഇറക്കുന്നതിനും കയറ്റുന്നതിനും പറ്റുന്ന തരത്തിലേക്ക് വിഴിഞ്ഞത്തെ മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അതൊക്കെ ഈ ടെർമിനൽ ഈ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടെയ്നർ ഷിപ്പ് അവിടെ വരുന്നു, അതിൻ്റെ ചരക്കുകൾ അവിടെ ഇറക്കുന്നു അല്ലെങ്കിൽ അത് കയറ്റുന്നു, അങ്ങനെ പോകുന്നതിന് ആ കപ്പലിനെടുക്കുന്ന സമയം അത് കാര്യമായി കുറയും. അതായത് അങ്ങനെ കാത്തുകിടക്കേണ്ടി വരുന്നില്ല എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയും. അത് വിഴിഞ്ഞത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതിൻ്റെ സാങ്കേതിക തികവിൻ്റെ ഒരു സൂചന കൂടിയാണ്. 2023 ഒക്ടോബറിൽ ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളുമായി ഷെൻഹുവ 15A എന്ന ചരക്ക് കപ്പൽ തീരത്ത് നങ്കൂരമിട്ടു. അതോടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു ആ വലിയ കപ്പൽ അവിടെ എത്തിയത്. ആദ്യത്തെ
വാണിജ്യ കപ്പലെത്തിയത്. പിന്നെയും ഒരു വർഷം കൂടി കഴിഞ്ഞ് 2024 ജൂലൈ 11 വാണിജ്യ പ്രവർത്തനം തുടങ്ങിയത്. 2024 ഡിസംബർ 3 നമ്മളത് വലിയ ആഘോഷമായി അത് കേരളത്തിൽ ആ ഒരു ദിവസം ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം ഇതുവരെ വിഴിഞ്ഞത്തെത്തിയത് 240 കപ്പലുകളാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൈകാര്യം ചെയ്തത് 5.80 ലക്ഷം TEU ചരക്കാണ്. എന്ന് വെച്ചാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കമ്പനികൾ, അവരുടെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ഇതിനോടകം ഈ ചുരുങ്ങിയ സമയത്ത് വിഴിഞ്ഞത്തെത്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ മാരിടൈം മാപ്പിൽ വിഴിഞ്ഞം എന്നേ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. GST വരുമാനം 43.74 കോടിയാണ് ഇതുവരെ ലഭിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആഗോള ചരക്കു ഗതാഗതത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമായി, ഒരു വലിയ പ്രധാനപ്പെട്ട റൂട്ടായി വിഴിഞ്ഞം മാറുന്നത് നമ്മൾ കണ്ടു. ആദ്യഘട്ട നിർമ്മാണത്തിന് ചെലവ് വരാൻ പോകുന്നത് 8867.14 കോടി. അദാനി മുടക്കിയത് 2454 കോടി. സംസ്ഥാനത്തിൻ്റെ മുതൽ മുടക്ക് 5595.34 കോടി. കേന്ദ്രത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 817.8 കോടി. അപ്പോൾ തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ടം 2028 പൂർത്തിയാക്കുന്നതോടെ വിഴിഞ്ഞം എന്നതൊരു സമ്പൂർണ്ണ തുറമുഖം അതവിടെ സാധ്യതപ്രായമാവുകയാണ്, യാഥാർത്ഥ്യമാവുകയാണ്. വർഷം 30 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് വിഴിഞ്ഞത്തിന് അതോടെ കൈവരുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടുമെന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഭൂമിശാസ്ത്രപരമായി വലിയ സവിശേഷതയുള്ള വിഴിഞ്ഞം അതിൻ്റെ പ്രഭാവത്തിലേക്ക് 2028 സമ്പൂർണ്ണമായി എത്തുന്നതോടെ കേരളത്തിൻ്റെ വികസന യാത്രയിലെ ഒരു നിർണായക നാഴികക്കല്ല് തന്നെയാണ്. ആ പദ്ധതിയുടെ അത് രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുകയാണ്.